മത്സരചിത്രം തെളിഞ്ഞതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ. പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. സുധീർ കരമന തിരുവനന്തപുരം സെൻട്രലിൽ ഇടത് സ്വതന്ത്രൻ. ഒറ്റപ്പാലത്ത് പി.കെ. ശശിക്ക് കൈപ്പത്തി ചിഹ്നമില്ല. മത്സരിക്കുക UDF പിന്തുണയോടെ പൊതു സ്വതന്ത്രനായി. ജി സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തിയെന്നും കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയെന്നും മന്ത്രി സജി ചെറിയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ടെത്തിയ BS അനൂപും RS അരുൺ രാജും മത്സരിക്കുന്നു. നടൻ വിവേക് ഗോപൻ അരുവിക്കരയിൽ ജനവിധി തേടും. 11 പേരടങ്ങുന്ന പട്ടികയുമായി പ്രഖ്യാപനം പൂർത്തിയാക്കി BJP. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയെന്ന നീരസത്തിൽ എതിർ ക്യാമ്പുകൾ. അനാവശ്യ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. അവസരം കളയരുതെന്നും ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും നിർദ്ദേശം. കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്തമില്ലെന്ന് അടൂർ പ്രകാശ് MP. നിലപാട് ചെയ്യാത്ത കുറ്റത്തിന് നേരത്തെ പഴി കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിലെന്നും അമൃത TVയുടെ നോട്ട് ദി പോയിന്റിൽ MP. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ. വിഷു കണക്കിലെടുത്ത ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ നൽകും. പണം അനുവദിച്ച് ഉത്തരവിറക്കിയിരുന്നു എന്ന് സർക്കാർ. ഡോക്ടർ വന്ദനാദാസിനെ ഡ്യൂട്ടിക്കിടയിൽ കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിന് ജീവപര്യന്തം അനുഭവിക്കേണ്ടത് വിവിധ വകുപ്പുകളിൽ 30 വർഷത്തെ കഠിന തടവിന് ശേഷം 1 ലക്ഷം രൂപയും പിഴയൊടുക്കണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചില്ല. മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ. പോരാട്ടം തുടരുമെന്ന് കുടുംബം. CSI ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് പുതിയ ഇടയൻ. റവറൽ പ്രിൻസ്റ്റൺ ബെൻ പുതിയ ബിഷപ്പ്. ദൈവനിയോഗമെന്ന ബിഷപ്പ്. സ്ഥാനാരോഹണം തിരുവനന്തപുരം CSI MM കത്തീഡ്രലിൽ. ISL സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ്. എതിരാളികൾ പഞ്ചാബ് FC. ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ വിജയപ്രതീക്ഷയിൽ ബ്ലാസ്റ്റേഴ്സ്. മത്സരം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി BJP മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 11 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ മത്സരിക്കും. അടൂരിൽ പന്തളം പ്രതാപനും അരുവിക്കരയിൽ വിവേക് ഗോപനും ജനവിധി തേടും. നെയ്യാറ്റിൻകരയിൽ S രാജശേഖരൻ നായർ, പുതുപ്പള്ളിയിൽ രവീന്ദ്രനാഥ വാഗത്താനം എന്നിവരെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. ഇതോടെ BJP മത്സരിക്കുന്ന 97 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുധീർ കരമനയെ തിരുവനന്തപുരം സെൻട്രലിൽ ഇടത് സ്വതന്ത്രനായി പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്ത് പി.കെ. ശശിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനാകില്ല. പകരം UDF പിന്തുണയോടെ പൊതു സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരരംഗത്തേക്ക് എത്തുക. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, പ്രധാനപ്പെട്ട ഒഴിവുണ്ടായ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിരിക്കുന്നു, തീരുമാനമായിരിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ആവേശത്തിലെത്തുകയാണല്ലേ? ശ്രീജ, തീർച്ചയായും തെരഞ്ഞെടുപ്പ് ചിത്രം അത് ക്ലിയർ ആയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഏകദേശം സ്ഥാനാർത്ഥികൾ തന്നെ ആയിട്ടുണ്ട്. ഇനി പ്രചരണ പരിപാടികളിലേക്കാണ് ഓരോ മുന്നണികളും കടക്കുന്നത്. നിലവിലിപ്പോൾ BJPയുടെ 11 സ്ഥാനാർത്ഥികളെ കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി 97 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലാണ്. തിരുവനന്തപുരം സെൻട്രൽ കരമന ജയനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളടക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയിട്ടുള്ള BS അനൂപും അതുപോലെ തന്നെ RS അരുൺ രാജ്, ഇവർക്ക് 2 പേർക്കും സീറ്റ് നൽകിയിരിക്കുന്നു എന്നതാണ്. RS അരുൺ രാജ് ചടയമംഗലത്തും അതുപോലെ തന്നെ BS അനൂപ് ചിറയൻ കീഴിലുമാണ് മത്സര രംഗത്തുള്ളത്. BJPയിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസമാണ് ഇവർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയത്. ഇവർക്കും കൂടി സീറ്റ് നൽകിക്കൊണ്ട് BJP തങ്ങളുടെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായും മൊത്തം സ്ഥാനാർത്ഥികളെയും 97 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അതേ സമയത്ത് തന്നെയാണ് LDF തിരുവനന്തപുരം സെൻട്രലായിരുന്നു LDF ഒഴിച്ചിട്ടിരുന്ന ഒരു സീറ്റ്. അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. അവരോട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ച് നൽകാൻ പറഞ്ഞുവെങ്കിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ താമസം നേരിട്ടതിനെ തുടർന്ന് പാർട്ടി തന്നെ നേരിട്ട് CPM തന്നെ നേരിട്ട് ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് സുധീർ കരമനയെ
നിയമിക്കുകയായിരുന്നു. സുധീർ കരമനയുടെ പ്രഖ്യാപനം ഇന്നുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം സുധീർ കരമന പ്രചരണ പരിപാടികൾ, വാഹന പ്രചരണ പരിപാടികൾ അടക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം CP ജോൺ, സുധീർ കരമന, കരമന ജയൻ, ഈ 3 പേരാണ് തിരുവനന്തപുരം സെൻട്രലിൽ പ്രധാന മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു മത്സരം തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുധീർ കരമന സ്വതന്ത്രനായി തന്നെയാണ് മത്സരിക്കുന്നത്, ഇടതുപക്ഷ സ്വതന്ത്രനായി തന്നെയാണ് മത്സരിക്കുന്നതിനാൽ തന്നെ ഈ CPM-ന്റെ അല്ലെങ്കിൽ LDF സിറ്റിംഗ് സീറ്റായിരുന്നു ഇത്. ആ ഒരു സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറെ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ട പ്രചരണ പരിപാടികൾ അവർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. അതേ സമയത്ത് തന്നെ BJP-യും കനത്ത മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ BJP-യും ഇന്ന് തന്നെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ പ്രചരണ പരിപാടികൾ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും മുന്നണികൾ എല്ലാവരും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളൊക്കെയും തന്നെ മാറ്റിവെച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ്. ഇന്ന് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണമടക്കം ഇന്ന് വളരെ കൂടുതലായി തന്നെ നടന്നു. കാരണം ഇനി നാളെ തിങ്കളാഴ്ച ഒരു ദിവസം കൂടി മാത്രമാണ്, നാളെ അവധി ദിവസമാണ്, തിങ്കളാഴ്ച ഒരു ദിവസം കൂടി മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പിക്കുന്നതിനായി ലഭിക്കുക. അതുകൂടി കഴിയുന്നതോടെ പൂർണ്ണമായും പ്രചരണത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ എല്ലാ മണ്ഡലങ്ങളും, സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ 3 മുന്നണികൾ, പ്രധാന മുന്നണികളുടെ എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടികൾ സജീവമായി കഴിഞ്ഞു. ശ്രീജ, തീർച്ചയായും തിരുവനന്തപുരം സെൻട്രലിലേത് ഉൾപ്പെടെ പ്രധാന ഇടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കുകയാണ്. എന്തായാലും സുധീർ കരമന കൂടി വരുന്നതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിൽ ആവേശമായൊരു പോരാട്ടത്തിന് തന്നെയാണ് സാക്ഷ്യം വയ്ക്കുന്ന വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു പ്രവൃത്തി ദിവസം മാത്രം ബാക്കി നിൽക്കെ വിവിധ ജില്ലകളിൽ മന്ത്രിമാരും മുന്നണി നേതാക്കളും പ്രകടനത്തോടെ എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. തെക്കൻ കേരളവും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരു പ്രവൃത്തി ദിനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വിവിധ ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരത്തെ BJP-യുടെ A ക്ലാസ് മണ്ഡലമായ നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ബുള്ളറ്റിൽ 50 ഓട്ടോകളുടെയും ബൈക്ക് റാലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും പത്രിക സമർപ്പണത്തിന് ഒപ്പമുണ്ടായിരുന്നു. നേമത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അവസരം കിട്ടിയാൽ അധ്വാനിക്കും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ 24 മണിക്കൂറും 365 ദിവസം എൻ്റെ ഒരു പരിശ്രമം ഉണ്ടാവും. और भारतीय जनता पार्टी बहुत ही अच्छा यहाँ प्रदर्शन भी करेगी और जीत भी हासिल भी करेगी, ये मुझे विश्वास है कि भारतीय जनता पार्टी केरल के अंदर एक बहुत बड़ी पार्टी के रूप में भी उभर करके आएगी। ऐसा मुझे कार्यकर्ताओं का उत्साह और जो उमंग है और यहाँ की जो जनता चाहती है वो दिख रहा है। इसलिए मैं आप सभी को बहुत बहुत शुभकामनाएं देता हूँ और माननीय अध्यक्ष जी को भी बहुत बहुत शुभकामनाएं देता हूँ। നേമത്തെ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി V ശിവൻകുട്ടി, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികളായ R ശ്രീലേഖ, VK പ്രശാന്ത്, K മുരളീധരൻ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചിറയൻകീഴിലെ LDF സ്ഥാനാർത്ഥി മനോജ് ഇടമന, UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ, കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്, വാമനപുരത്തെ LDF സ്ഥാനാർത്ഥി DK മുരളി തുടങ്ങിയവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് ഇന്ന് 10 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDF-ൽ 3 പേരും LDF-ൽ 5 പേരും BJP-യിൽ നിന്ന് 2 പേരുമാണ് പത്രിക നൽകിയത്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല, ചവറയിൽ ഷിബു ബേബി ജോൺ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ് എന്നിവർ പത്രിക നൽകി. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ KN ബാലഗോപാൽ, പത്തനാപുരം KB ഗണേഷ് കുമാർ, ചടയമംഗലം J ചിഞ്ചുറാണി, കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ, പുനലൂർ C അജയപ്രസാദ് എന്നിവർ പത്രിക നൽകി. BJP കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഡോക്ടർ N പ്രതാപ് കുമാറും ചാത്തന്നൂർ BB ഗോപകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 3 LDF സ്ഥാനാർത്ഥികളും 2 UDF സ്ഥാനാർത്ഥികളും 1 NDA സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക നൽകി. കോന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ, റാന്നിയിൽ പ്രമോദ് നാരായൺ, അടൂരിൽ പ്രിജി കണ്ണൻ, കോന്നി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, തിരുവല്ല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വർഗീസ് മാമൻ, തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി എന്നിവരാണ് പത്രികകൾ നൽകിയത്. ആറന്മുള മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജും പത്രിക സമർപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലബാറിൽ LDF, UDF, BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. കോഴിക്കോട് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും പത്രിക സമർപ്പിച്ചു.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം 23 ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു തുടങ്ങി. മഞ്ചേശ്വരത്ത് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിച്ചു. അപ്പോൾ ഈ പ്രദേശത്തെ സമ്പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുകയാണ് LDF-ഉം UDF-ഉം. അതിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അതേസമയം ബേപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മന്ത്രി PA മുഹമ്മദ് റിയാസും പേരാമ്പ്ര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണനും കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. നോമിനേഷൻ നൽകുന്ന ഈ നിമിഷം വരെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച അനുഭവം ആവേശകരമാണ്, ഏറെ കരുത്ത് നൽകുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം കൈവരിക്കും. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ജയന്ത്, എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ, ഇവരെ കൂടാതെ തിരുവമ്പാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ്, തിരുവമ്പാടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CK കാസിം, കോഴിക്കോട് നോർത്ത് മണ്ഡലം LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരും പത്രിക സമർപ്പിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്, T ദേവദാസ്, രാംദാസ് മണലേരി, M മോഹനൻ എന്നീ BJP സ്ഥാനാർത്ഥികളും കോഴിക്കോട് പത്രിക സമർപ്പിച്ചു. ഈ നഗരത്തിന്റെ വികസന മുരടിപ്പ് തന്നെയാണ് ജനങ്ങളിലേക്ക് ഞങ്ങൾ പകർന്നു നൽകുന്നതും ആ വികസന മുരടിപ്പിൽ നിന്നും ഒരു മോചനമാണ് NDAയിലൂടെ ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഞങ്ങൾ അംഗം കുറിച്ചു കഴിഞ്ഞു. ഇവിടെ നോമിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണല്ലോ. കുറഞ്ഞ ദിവസങ്ങൾക്കകം കേരളത്തിൻ്റെ ഭാവി അറിയാം. ജനങ്ങൾ ഒരു കൗണ്ട് ഡൗൺ ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ദുരിതത്തിൽ നിന്ന് കരകയറും. തവനൂരിൽ LDF-നായി KT ജലീലും UDF-നായി VS ജോയിയും പത്രിക സമർപ്പിച്ചപ്പോൾ മങ്കടയിൽ ലീഗ് വിമതൻ കുന്നത്ത് മുഹമ്മദ് പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റ BJP സ്ഥാനാർത്ഥി പ്രശാന്ത് മലവയൽ, കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി PK അനിൽകുമാർ, ബത്തേരിയിലെ LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥൻ, ബത്തേരിയിലെ BJP സ്ഥാനാർത്ഥി AS കവിത എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂരിൽ നോമിനേഷൻ കൊടുക്കുന്നതിനെ ചൊല്ലി തർക്കം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുമായി തർക്കത്തിലേർപ്പെട്ട് മുൻ മന്ത്രി VS സുനിൽകുമാർ. UDF സ്ഥാനാർത്ഥിക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു നാമനിർദ്ദേശം കൊടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതിനെ മറികടന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പത്രിക കൊടുക്കാൻ ശ്രമിച്ചതാണ് തർക്കങ്ങൾക്ക് കാരണമായത്. LDF നേതാക്കൾ ബഹളം വെച്ചതോടെ BJP പിന്മാറുകയായിരുന്നു. അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ പോരിന് തുടക്കമായി. നോമിനേഷൻ സമർപ്പിച്ച് മുന്നണികൾ. ഇടതുപക്ഷത്തിന്റെ ശക്തി വിളിച്ചോതി എച്ച് സലാമിനൊപ്പം ആയിരങ്ങൾ അണിനിരന്നപ്പോൾ സുധാകരനൊപ്പം മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകരും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ ഒപ്പം കൂടി. UDF കൂടി സജീവമായി കളത്തിലിറങ്ങിയതോടെ ഇനി അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് അംഗം ശക്തമാകുമെന്ന ഉറപ്പ്. പുന്നപ്പറ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും വലിയ ചുടുകാട്ടിലെ ബലികുടീരത്തിലും VS അച്യുതാനന്ദൻ സ്മൃതി മണ്ഡപത്തിലും നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എച്ച് സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത്. EMS സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. മണ്ഡലത്തിലെ ഇടതുപക്ഷ ശക്തി വിളിച്ചോതുന്നതായിരുന്നു പ്രകടനം. ആലപ്പുഴ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടർ മോബി ജെയ്ക്ക് മുമ്പാകെയാണ് സലാം പത്രിക സമർപ്പിച്ചത്. പിന്നാലെ പാർട്ടി വിട്ട് മറുചേരിയിൽ ചാടിയ മണ്ഡലത്തിലെ UDF പിന്തുണയുള്ള ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരനും പത്രികാ സമർപ്പണത്തിനായി എത്തി. LDF-നെ അപേക്ഷിച്ച് പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നുവെങ്കിലും ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ സുധാകരനൊപ്പം അണിനിരന്നത്. ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ വികസന നായകന് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യ വിളികളുമായാണ് പ്രവർത്തകർ സുധാകരനൊപ്പം ചേർന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം തിരികെ മടങ്ങവേ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിന് സമീപം എച്ച് സലാമും G സുധാകരനും നേർക്കുനേരെത്തിയത് ആകസ്മികമായി. രാഷ്ട്രീയ പോര് മുറുകുമ്പോഴും സുധാകരന് കൈകൊടുത്താണ് സലാം മടങ്ങിയത്. മുന്നണികൾ മണ്ഡലത്തിൽ പരസ്യപ്പോരിനിറങ്ങിയതോടെ ഇനി അമ്പലപ്പുഴയിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയന് മൂന്നാം ഊഴം വിഫലമാണ് എന്ന് പറഞ്ഞ സുധാകരനൊപ്പം സർക്കാരിനെതിരെ പ്രചാരണവുമായി UDF രംഗത്തെത്തുമ്പോൾ പ്രവർത്തകരെ അണിനിരത്തി പ്രതിരോധം തീർക്കാനാകും LDF ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. പയ്യന്നൂരിലെ CPM വിമതൻ V കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി നീക്കം ചെയ്തതായി പരാതി. കോത്തായി മുക്കിൽ സ്ഥാപിച്ച താൽക്കാലിക ഓഫീസാണ് നിർമ്മാണം പൂർത്തിയായ ഉടൻ അഴിച്ചുമാറ്റിയത്. സ്ഥലം ഉടമ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഓഫീസ് നീക്കിയതെന്ന് V കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. ജനാധിപത്യ പ്രക്രിയയെ CPM അട്ടിമറിക്കുകയാണെന്ന് V കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. ഫാസിസ്റ്റ് ശൈലിയാണ് ഇക്കാര്യത്തിൽ CPM-നെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും
അതിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന മുൻകാല അനുഭവമാണ് തന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാണിച്ചു എന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് AICC നേതൃത്വം തീരുമാനിക്കും. പല മണ്ഡലങ്ങളിലും CPM BJP ധാരണയെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. അമൃത ടിവിയുടെ നോട്ട് ദ പോയിന്റിൽ സംസാരിക്കവെയാണ് UDF കൺവീനർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോൺഗ്രസിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയായിരുന്നു അടൂർ പ്രകാശ് MP. കോന്നിയിൽ താൻ മത്സരിക്കണം എന്നത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും MPമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പൊതു തീരുമാനം എന്നറിയിച്ചതോടെ അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാട്ടിയെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോന്നിയിലെ ജനങ്ങൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുകയാണ്, അങ്ങ് ഇവിടെ വരണം. ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് തന്നെ തിരികെ വരണം എന്ന് എന്നെ വിളിക്കുന്ന ജാതിക്കും മതത്തിനും അതീതമായി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ മടങ്ങി വരണം. മടങ്ങി വന്നാൽ ഈ സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്വമുണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അടൂർ പ്രകാശ് തുറന്നു പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്. എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, എന്നെ ഈ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളിനെ നിർത്താതെ പുതിയ ആളിനെ നിർത്തി പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടൂർ പ്രകാശിൻ്റെ മണ്ടയ്ക്കാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി വോട്ട് നേടുന്ന പതിവ് കോൺഗ്രസിനില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും UDF കൺവീനർ വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. അതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി. അത് ഇന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ UDF 100-ലേറെ സീറ്റുകൾ നേടുമെന്ന കൺവീനർ എന്ന നിലയിൽ തനിക്ക് ഉറപ്പുണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDFനെ തോൽപ്പിക്കാൻ CPMഉം BJPയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും UDF കൺവീനർ ആരോപിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലാണ് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ആ പോരാട്ടത്തിൽ UDFനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി LDF രഹസ്യധാരണയിലൂടെ BJPയുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയതോടെ കടുത്ത അതൃപ്തിയിലാണ് എതിർചേരികൾ. ഭരണം കിട്ടുകയാണെങ്കിൽ MLAമാരിലൂടെ കരുനീക്കത്തിന് തയ്യാറെടുക്കുകയാണ് നേതാക്കൾ. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മറ്റൊരു തലത്തിലെത്തുന്ന കാഴ്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാനാകുന്നത്. പണ്ടേ പിടിമുറുക്കിയ KC വേണുഗോപാൽ പക്ഷം കൂടുതൽ ശക്തമായി എന്നതിന് അടിവരയിടുകയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. 95 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഇക്കുറി മത്സരിക്കുന്നത്. ഇതിൽ 92 സീറ്റിലും കൈപ്പത്തി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നത്. ഈ പട്ടികയിൽ ബഹുഭൂരിഭാഗവും KC പക്ഷമാണ് പിടിമുറുക്കിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും നോമിനികൾ എണ്ണത്തിൽ കുറവാണ്. ഭൂരിഭാഗം ജില്ലയിലും സ്ഥാനാർത്ഥികൾ ഏറെയും KCയുടെ നോമിനികളും. തൃശൂരിൽ 5-ലധികം നിയോജക മണ്ഡലങ്ങൾ KC പക്ഷം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് കുറവ്. കൊച്ചി മണ്ഡലത്തിനായി KC വേണുഗോപാലിന്റെ നോമിനിയായ ദീപ്തി മേരി വർഗീസും സതീശന്റെ നോമിനിയായ മുഹമ്മദ് ഷിയാസും അവസാനം വരെയും പോരാടിയിരുന്നു. ഒടുവിൽ സീറ്റ് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന് തന്നെ ലഭിച്ചു. UDF ഭരണത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ MLAമാരിലൂടെ കരുനീക്കം നടത്താനാണ് നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അതേസമയം ഇപ്പോൾ അതൃപ്തിയും വിയോജിപ്പും പരസ്യമാക്കാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ അനാവശ്യ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും കടുത്ത അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം. അവസരം കളയരുതെന്നും ടീം ചേർന്ന് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചാരണത്തിന് എത്തുന്നതിന് മുൻപായാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം.
കണ്ണൂരിൽ കെ സുധാകരന്റെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പിന്നീടുണ്ടായ ചർച്ചകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊട്ടിത്തെറികളിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചത്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപകമായി. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടാനുള്ള അവസരം കളയരുതെന്നും ടീം ചേർന്ന് പ്രവർത്തിക്കാനും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. പ്രചരണത്തിൽ ശ്രദ്ധ നൽകാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ ഇനി ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിനെത്തുന്നതിന് മുൻപായാണ് സംസ്ഥാന നേതൃത്വത്തോട് ടീമായി പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. നിലവിൽ KC വേണുഗോപാലുമായി ചേർന്നു നിൽക്കുന്ന നേതാക്കളായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ ഇടം പിടിച്ചത്. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, N സുബ്രഹ്മണ്യം തുടങ്ങി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരിൽ പലരെയും അവസാന നിമിഷം ഒഴിവാക്കിയതിലും നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ LDF സ്വതന്ത്രനായി ഷാനവാസ് പാദൂർ കളത്തിലിറങ്ങിയതോടെ മണ്ഡലത്തിൽ പോരാട്ടം മുറുകുന്നു. ഷാനവാസ് മത്സരിക്കുന്നത് UDFന് കനത്ത വെല്ലുവിളിയാണ്. BJP ക്യാമ്പുകളിൽ അട്ടിമറികളുടെ കണക്കുകൂട്ടലുകളും ഉണ്ടാകുന്നുണ്ട്. LDF INL പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ കാസർഗോഡ് നഗരത്തിൽ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, ഷാനവാസ് പാദൂർ കൂടി എത്തുന്നതോടുകൂടി കാസർഗോഡ് നിയോജക മണ്ഡലം കൂടുതൽ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം അല്ലെങ്കിൽ ഒരു ആവേശം അതെങ്ങനെയാണ്? ശ്രീജ, ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂർ രംഗപ്രവേശം ചെയ്തതോടുകൂടി ഈ മണ്ഡലത്തിന്റെ പോരാട്ടം, അതിന്റെ ചിത്രങ്ങൾ മാറിമറിയുകയാണ് കണക്കുകൂട്ടലുകൾക്കപ്പുറം. ഷാനവാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ലീഗിന്റെ ഉരുക്കുകോട്ടയായ ചെങ്കളയിൽ നിന്ന് മത്സരിച്ച് അവിടെ ഡിവിഷൻ പിടിച്ചെടുത്ത് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി മാറിയ ഇടത് സ്വതന്ത്രൻ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കണക്കുകൂട്ടലുകൾ ചില്ലറയൊന്നുമല്ല, അട്ടിമറിക്ക് വലിയ സാധ്യതയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കഴിഞ്ഞ തവണത്തെ 5 വർഷം മുമ്പുള്ള വോട്ട് ഷെയറിംഗ് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന ഈ മണ്ഡലത്തിൽ 44% വോട്ടുകളാണ് ഇവിടെ ലീഗ് MLA ആയ NA നെല്ലിക്കുന്നിന് ലഭിച്ചത്. അതായത് 12,901 വോട്ടിന്റെ ലീഡിനാണ് അന്ന് MLA വിജയിച്ചത്. അപ്പോൾ ആ ഒരു കണക്കുകൂട്ടലുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ 44% വോട്ട് ലഭിച്ചപ്പോൾ 35% വോട്ട് BJPക്കുണ്ട്. അതേസമയം 19.7% വോട്ട് ഇവിടെ INLനുമുണ്ട്. ആ വോട്ട് ഉയർത്തുക എന്നതാണ് ഷാനവാസിനെ ഇവിടെ ഇറക്കുമ്പോൾ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്, CPM ലക്ഷ്യമിടുന്നത്. ആ 19% വോട്ട് 29% അല്ലെങ്കിൽ 30%, 10-11% അധികം നേടിയെടുത്താൽ 30% എത്തിച്ചാൽ തന്നെ ഇവിടെ UDFന്റെ ഒരു പതനമാണ് സംഭവിക്കുക. അതിലൂടെ BJPയുടെ ഒരു വരവിനുള്ള ചാൻസ്, അതിനുള്ള സാധ്യത നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല. അതിനാൽ തന്നെ ത്രികോണ മത്സരത്തിന്റെ കനത്ത പോരാട്ടത്തിലേക്കാണ് ഈ മണ്ഡലം ഇന്ന് ഉച്ചയോടുകൂടി ഷാനവാസ് പാദൂർ രംഗപ്രവേശം ചെയ്തതോടുകൂടി മാറിമറിയുന്ന ഒരു ചിത്രമാണ് ശ്രീജ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അകത്തളങ്ങളിൽ, മുന്നണികളുടെ അകത്തളങ്ങളിൽ ഈ ഒരു ചർച്ച ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഷാനവാസിന്റെ വരവ് BJPക്കുള്ള ഒരു വഴി തുറക്കുമോ എന്ന്. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയാണ് ഇവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതേസമയം ലീഗിന്റെ ഉരുക്കുകോട്ടയായ UDF സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച ചരിത്രമുള്ള ഈ കാസർഗോഡ് മണ്ഡലത്തിൽ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജിയാണ് UDFന് വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഷാനവാസ് കൂടി വന്നതോടുകൂടി ഇവിടെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായും തെളിഞ്ഞു കഴിഞ്ഞു. എന്തായാലും കനത്ത പോരാട്ടത്തിന് അട്ടിമറികൾ ഉണ്ടാകുമോ എന്ന സാധ്യതകളിലേക്ക് പോകുകയാണ് ഈ മണ്ഡലത്തിലെ പോരാട്ടം. ശ്രീജ, തീർച്ചയായും ഷാനവാസ് പാദൂർ കൂടി എത്തുന്നതോടുകൂടി ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ. അട്ടിമറി എവിടെയാകും, ആർക്കാകും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അനൂപ് നീലേശ്വരം. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. കൈപ്പത്തി ചിഹ്നം ശശിക്ക് നൽകരുത് എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൽ ചേരാൻ നേതൃത്വം ശശിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും വിസമ്മതിച്ചു. ഇതോടെയാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ PK ശശി തീരുമാനിച്ചത്. കൈപ്പത്തി ചിഹ്നം ഉപയോഗിച്ചുള്ള PK ശശിയുടെ പ്രചരണ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഇന്നലെ വ്യാപകമായി പതിപ്പിച്ചിരുന്നു. കെ സുധാകരനെ പുകഴ്ത്തി G സുധാകരനെ വിമർശിച്ച സജി ചെറിയാൻ. കെ സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത G സുധാകരനില്ല. G സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തി. ചേർത്തലയിൽ P പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് സജി ചെറിയാന്റെ കുറ്റപ്പെടുത്തൽ. അവന്റെ മെക്കിട്ട് കയറാനുള്ള എല്ലാ അധികാരങ്ങളും ആ സ്രോതസ്സുകളൊക്കെ നൽകി. ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിട്ട് ചതിക്കുകയല്ല പാർട്ടിയോട് ചെയ്യേണ്ടത്, പാർട്ടിയുടെ ചങ്കിൽ കുത്തരുത്. അതാണ്
നമ്മുടെ നാട്ടിൽ കാണുന്നത്. അങ്ങനെ കുത്തിയവരെയൊക്കെ കൂട്ടുപിടിച്ച് കേരളത്തിൽ UDF ജയിക്കുമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ അത് സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ കെ ജയചന്ദ്രനുമായി യാതൊരുവിധ പിണക്കവുമില്ല എന്ന MM മണി പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും. BDJS എന്ന് പറയുന്ന സാധനം ഇലക്ഷനിൽ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഒന്നാണെന്നും MM മണി നെടുങ്കണ്ടത്ത് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ആശാനെതിരെ പരാജയപ്പെട്ട സേനാപതി വേണുവാണ് UDF സ്ഥാനാർത്ഥി. നമ്മുടെ സ്ഥാനാർത്ഥി ജയചന്ദ്രനാണ്. അതെ, നല്ല ഭൂരിപക്ഷത്തിന് ജയചന്ദ്രൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സേനാപതി വേണു കഴിഞ്ഞ തവണ ഞങ്ങളോട് ദയനീയമായി തോറ്റത് 31,000 വോട്ടിനാണ് തോറ്റത്. ഇത്തവണ അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിന് തൂക്കുമെന്നാണ് എൻ്റെ നിഗമനം. അതുകൊണ്ട് 2014 ത്രികോണ മത്സരം പോലും സാഹചര്യം ഉണ്ടായിരുന്നു. BDJS എന്നൊന്നും പറയുന്ന ചിത്രം തനിക്കെതിരെ പോസ്റ്റർ പതിച്ചവരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടായില്ല എന്ന് TN പ്രതാപൻ. പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് കണ്ടുപിടിക്കണം. പോസ്റ്റർ പതിച്ചത് സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമായാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത അവസാന കുറ്റവാളിയെയും കണ്ടുപിടിക്കണമെന്നും പോസ്റ്റർ പതിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി കൊണ്ടാണെന്നും TN പ്രതാപൻ ആരോപിച്ചു. തൃശ്ശൂർ നഗരത്ത് ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില പോസ്റ്ററുകൾ ഒട്ടിക്കുകയുണ്ടായി. ആ പോസ്റ്ററുകൾക്ക് ഉറവിടം കണ്ടുപിടിക്കാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി കൊടുത്തിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏകപക്ഷീയമായി ഏറ്റെടുത്ത ഇടതുമുന്നണിയുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടിയോട് വലിയ അനീതിയാണ് മുന്നണി നേതൃത്വം കാട്ടിയതെന്ന് ചെയർമാൻ ഡോക്ടർ KC ജോസഫ് പറഞ്ഞു. മുന്നണി നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കാൻ പ്രവർത്തകരോട് നിർദ്ദേശിക്കും. നിലവിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടിയുമായി ആലോചന ഉണ്ടായിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ആലോചിക്കുന്നതായി മുന്നണി നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും ഡോക്ടർ KC ജോസഫ് പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് ഏറ്റെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനോടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. പാർട്ടിയോട് വലിയ അനീതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കാണിച്ചതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുവാൻ എല്ലാ പാർട്ടി പ്രവർത്തകരോടും. ക്ഷേമ പെൻഷൻ നേരത്തെ നൽകാൻ തീരുമാനിച്ച സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഉടൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. മാർച്ച് മാസത്തെ പെൻഷൻ ഈ മാസം 25-നും ഏപ്രിൽ മാസത്തെ പെൻഷൻ 1-ാം തീയതി നൽകാനുമാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ 1-ന് തന്നെ വിതരണം ചെയ്യുന്നത്. വിഷുവിന് മുൻപ് പെൻഷൻ വിതരണം ചെയ്യുന്നതായാണ് സർക്കാർ വിശദീകരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രത്യേക അനുമതി വാങ്ങിയാകും വിതരണം. ക്ഷേമ പെൻഷനായതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകും. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങൾ പറയുന്നു ആരോഗ്യ കേരളം മോർച്ചറിയിലാണെന്ന്. സർക്കാർ എല്ലാ രംഗത്തും പരാജയമാണ്. മുഖ്യമന്ത്രി PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം UDF പ്രവർത്തകർ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മിഷൻ 26 ഞങ്ങൾ ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മുൻപ് വെന്റിലേറ്ററിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മോർച്ചറിയിലായിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തെ തുടർന്ന് ICUവിൽ പ്രവേശിച്ച 5 പേരാണ് മരിച്ചത്. ഇവിടെ ഗവൺമെൻറ്റില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ ആരോഗ്യവകുപ്പ് നേരത്തെ വെന്റിലേറ്ററിലാണെങ്കിൽ ഇപ്പോൾ മോർച്ചറിയിലാണ്. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം. കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജ് PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളിയാണ് ജീവപര്യന്തം വിധിച്ചത്. പ്രതിക്ക് വധശിക്ഷ ലഭിക്കാൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. കോളിളക്കം സൃഷ്ടിച്ച വന്ദനാദാസ് കൊലക്കേസിൽ ചുമത്തിയ പ്രധാന വകുപ്പായ കൊലക്കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. ഗൂഢാലോചനയും മുൻവൈരാഗ്യവുമില്ലാത്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 307, 326, 324, 323, 341, 201 എന്നീ വകുപ്പുകൾ പ്രകാരവും ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3, 4 വകുപ്പുകൾ പ്രകാരവുമുള്ള കുറ്റകൃത്യവും പ്രതി ചെയ്തതായി തെളിഞ്ഞു.
33 വർഷം വിവിധ കുറ്റങ്ങൾ പ്രകാരം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും വിചാരണ കാലയളവിലെ 3 വർഷം കുറയും. ജീവപര്യന്തം ശിക്ഷയ്ക്കൊപ്പം 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. എന്നാൽ വിധിയിൽ ആശ്വാസമുണ്ടെങ്കിലും തന്റെ മകൾ അനുഭവിച്ച വേദന പ്രതി അറിയണമെന്നും വധശിക്ഷയ്ക്കായി മേൽക്കോടതിയെ സമീപിക്കുമെന്നും വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. പ്രതിയിൽ നമുക്ക് ആശ്വാസമുണ്ട്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു കേസായിട്ട് ഇതിനെ കാണാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ഉയർന്ന ശിക്ഷയ്ക്ക് വേണ്ടി മേൽക്കോടതിയിലേക്ക് ഞങ്ങൾ പ്രോസിക്യൂട്ടറോട് ആലോചിച്ചിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിധി കുറച്ച് ആശ്വാസം തന്നെയാണ്. ഇനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ആയിട്ട് ആലോചിച്ചതിന് ശേഷം അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യും. മനോനില തെറ്റിയ ആളെന്ന് വരുത്തി തീർത്ത പ്രതി സന്ദീപ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അപ്പീല് ഈ കേസിലെ പ്രതിക്ക് കോടതി ഉത്തരവിട്ടിരിക്കുന്ന ശിക്ഷ ശരി പോരാ എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഗവൺമെന്റ് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ രോഗിയുടെ ആക്രമണത്തിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് ആദ്യ സംഭവമായിരുന്നു. കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 70-ലേറെ സാക്ഷിമൊഴികളും 30-ൽ പരം തൊണ്ടിമുതലുകളും 200-ൽ പരം രേഖകളും ഹാജരാക്കിയിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. CSI ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് പുതിയ ഇടയൻ. റവറൽ പ്രിൻസ്റ്റൺ ബെൻ ബിഷപ്പാകും. ചെന്നൈയിൽ CSI സിനഡ് ഓഫീസിലായിരുന്നു പ്രഖ്യാപനം. 4 വൈദികരുടെ പാനലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 3 പേരാണ് അഭിമുഖത്തിനെത്തിയത്. നിലവിൽ മഹാ ഇടവക വൈസ് ചെയർമാനാണ് റവറൽ പ്രിൻസ്റ്റൺ ബെൻ. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയാണ്. അയോഗ്യനാക്കപ്പെട്ട ധർമ്മരാജ റസാലത്തിന് ശേഷം മഹാ ഇടവകയുടെ ആദ്യ ബിഷപ്പാണ് റവറൽ പ്രിൻസ്റ്റൺ ബെൻ. 2024 സെപ്റ്റംബർ മുതൽ മഹാ ഇടവകയ്ക്ക് ബിഷപ്പ് ഉണ്ടായിരുന്നില്ല. സ്ഥാനാരോഹണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം CSI MM കത്തീഡ്രലിൽ നടക്കും. കൊല്ലം അമൃതപുരിയിൽ നടന്നുവന്ന ഇന്റർഗ്രാറ്റ് 26 നാഷണൽ സിംപോസിയം സമാപിച്ചു. അമൃത സർവകലാശാലയുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗമാണ് അമൃതപുരി ക്യാമ്പസിൽ 2 ദിവസങ്ങളിലായി സിംപോസിയം സംഘടിപ്പിച്ചത്. ഇന്റഗ്രേറ്റഡ് ടെക്നോളജി, AI, റിസർച്ച് ആൻഡ് പേഴ്സണൽ ഫിനാൻസ് എന്നീ പ്രമേയത്തിൽ സംഘടിപ്പിച്ച സിംപോസിയത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റും അമൃത സ്കൂൾ ഓഫ് ബിസിനസ്സിൽ മുൻ അധ്യാപകനുമായ സ്വാമി അമൃതപുത്രാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ഗവേഷണവും സാങ്കേതികവിദ്യയും സാധാരണക്കാരുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് രാജ്യം യഥാർത്ഥ പുരോഗതി കൈവരിക്കുന്നത് എന്ന് സർവകലാശാല ചാൻസലർ മാതാ അമൃതാനന്ദമയി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൈസ് പ്രിൻസിപ്പലും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഡയാന ദാസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വിജയകുമാർ, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ KM വിനീത്, ഡോക്ടർ NV മധുസൂദനൻ കർത്ത, SBI സെക്യൂരിറ്റീസിൽ നിന്നുള്ള പ്രതിനിധികളായ പ്രകാശ് സുകുമാരൻ, രാജേഷ് ഗുപ്ത, അശ്വിൻ രമണി, ഫാക്കൽറ്റി കോർഡിനേറ്റർ A അഭയ് മോൻ എന്നിവർ സംസാരിച്ചു. ISLൽ ഈ സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് FCയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുക. രാത്രി 7:30 മുതലാണ് മത്സരം. 5 കളികളിൽ 4ലും തോറ്റ ടീം 1 പോയിന്റുമായി 13ാം സ്ഥാനത്താണ്. ഇപ്പോൾ തുടർച്ചയായ 4 തോൽവിക്ക് ശേഷം അവസാന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ കൊൽക്കത്തയിൽ സമനിലയിൽ കുരുക്കിയത് മാത്രമാണ് ആശ്വാസം. പഞ്ചാബ് 4 കളികളിൽ 5 പോയിന്റുമായി 10ാമതാണ്.